ബലാത്സംഗത്തിന് ശേഷം ഇന്ത്യൻ സ്ത്രീ ഉറങ്ങില്ല എന്നാണ് കർണാടക ഹൈക്കോടതി 2020 പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞു പോയതൊക്കെ ഏതാണ്ട് തൊട്ടടുത്ത കാലത്താണ്. പക്ഷേ അതിന് മുമ്പ് ഏതാണ്ട് 2020-21 കാലത്തൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയാം. ഈ പ്രതി ഇരയെ വിവാഹം കഴിക്കണം എന്നുള്ളത് 2021 കാലത്തെ കാര്യമായിരുന്നു. ബലാത്സംഗ ഇരയല്ല ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ശേഷം സന്തോഷവതിയായി കണ്ടാൽ എന്നാണ് ഗോവ സെഷൻസ് കോടതി പറഞ്ഞത്. മറ്റൊന്ന്, ബലാത്സംഗത്തിന് ശേഷം പാതിരാത്രി സ്ത്രീ നടന്നുപോയാൽ അത് ഭയങ്കര വിചിത്രമാണ്. ഗ്യാങ് റേപ്പിന് ശേഷം അവരെങ്ങനെയാണ് നടന്നുപോയത്? അപ്പോൾ ബലാത്സംഗം ഉണ്ടാവാൻ സാധ്യതയില്ല, അസാധാരണമാണ് എന്ന് സുപ്രീം കോടതി 2016 പറഞ്ഞിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഈ മണ്ടൻ പരാമർശങ്ങളുണ്ട്. പശുവിൻ്റെ മൂത്രം ക്യാൻസർ ചികിത്സിക്കുമെന്ന് ഗുജറാത്ത് ഹൈക്കോടതി 2019 പറഞ്ഞു. ജാതകം പറഞ്ഞിട്ട് സമയം നോക്കിയിട്ട് നിന്റെ നല്ല സമയമാണെങ്കിൽ ജാമ്യം തീരുമാനിക്കാമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി സീരിയസ് ആയി 2017 പറഞ്ഞു. ഇതൊക്കെയാണ് നടക്കുന്നത്. മയിൽ, അത് നമ്മൾ പിന്നെ വലിയ ചർച്ച ചെയ്താണ്. മയിൽ ഇണ ചേരില്ല, അത് കണ്ണുനീർ കുടിച്ചാണ് ഗർഭിണിയാകുന്നത് എന്ന് രാജസ്ഥാൻ ഹൈക്കോടതി പറഞ്ഞു. ഓർമ്മയില്ലേ? അത് 2017 ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ 500 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ശേഷിയുണ്ട് ഒരാൾക്ക് എന്ന് തെളിഞ്ഞാൽ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പട്ന ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ വിചിത്രമായ ഇത്തരം സംഗതികൾ അത് കേരളത്തിൽ നിന്ന് വേറെ ധാരാളം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം മാത്രമല്ല, വിമർശന വിധേയമാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ സംഭവിച്ചു. ഇപ്പോൾ ക്ഷേത്ര അങ്കണത്തിൽ വിപ്ലവ ഗാനങ്ങൾ പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പ്രാഥമികമായ ബേസിക്കായ കാര്യം പോലും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം അവിടെ മറ്റ് സംഘടനകൾ, ക്ഷേത്ര കമ്മിറ്റിയല്ല നടത്തുന്നത്, പുറത്തുള്ള സംഘടനകൾ നടത്തുന്ന പരിപാടിയാണ്. അവിടെ ഈ സിനിമാ ഗാനങ്ങൾ പാടാൻ പാടില്ല എന്നുള്ള വിചിത്രമായ ഒരു നിർദ്ദേശം വരുന്നു. മറ്റൊന്ന്, ഈ ചൂരൽ കൊണ്ടു നടക്കണം അധ്യാപകർ വിദ്യാർത്ഥികളെ തല്ലാൻ എന്ന് കേരള ഹൈക്കോടതി പറയുകയാണ്. എല്ലാവരുടെയും റൂൾ ബുക്ക് ആകേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. വ്യക്തിയുടെ അന്തസ്സെന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്ന വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന രേഖയാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുകൂടെ അതിനെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാൻ ഉത്തരവാദിത്തമുള്ള ജസ്റ്റിസുമാർ ഇത്രയ്ക്ക് വിചിത്രമായിട്ടും പ്രാകൃതമായിട്ടും പെരുമാറുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. പക്ഷേ ഒരേ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുള്ളത്, മേൽ കോടതികളും അതേക്കാൾ കൂടിയ ശേഷിയുള്ള പ്രധാനപ്പെട്ട പ്രാമാണിക പദവിയിലുള്ള ജസ്റ്റിസുമാരും ഇവരെ തിരുത്തുന്നുണ്ട് എന്നതാണ് ഇതിലേറ്റവും ഗുണകരമായ കാര്യം.